പൂർണ്ണമായി ഞാൻ സമയം പാലിക്കുന്നുണ്ട്. നമുക്ക് ഒരു വാക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 17. പാട്ട് പാടി എഴുന്നേൽക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ പാട്ട് പാടാൻ എനിക്ക് അത്ര പരിചയം പോലെ അറിയില്ല, അതുകൊണ്ടാണ് പാടാതിരുന്നത്. ഒത്തിരി പാട്ട് നമ്മളെ എന്താ പറയുക, നമ്മുടെ ജീവിതമായിട്ട് ഒത്തിരി ഇണങ്ങുന്ന ഒത്തിരി പാട്ടുകളുണ്ട്. പലപ്പോഴും ഞാൻ പാടിയാൽ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് പാട്ടുകൾക്ക് ചേർത്ത് ഇറക്കില്ലോ എന്റെ ശബ്ദം, അതുകൊണ്ട് പലപ്പോഴും പാടാറുണ്ട്. നമുക്ക് വായിച്ചു വരാം. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരുടെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. എലീശയുടെ ബാല്യക്കാരനാണ് അല്ലെ. എപ്പോഴും ബാല്യക്കാരന്റെ ഉത്തരവാദിത്വം എന്താ? യജമാനൻ പറയുന്നത് എന്താണോ അത് കേൾക്കുക, അത് അംഗീകരിക്കുക, അതനുസരിച്ച് മുൻപോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഒരു ബാല്യക്കാരന്റെ ഉത്തരവാദിത്വം. നമുക്കറിയാം ഇത് എവിടെയുള്ളത്, ഏത് സാഹചര്യമാണെന്ന് നമുക്കറിയാൻ അത് ചുവരോട്ട് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അരാം രാജാവിന് എലീശ ദോതാനിൽ ഉണ്ടെന്ന് അറിവ് കിട്ടിയിട്ട് എലീശിനെ പിടിക്കുവാൻ വേണ്ടിയിട്ട് സൈന്യത്തെ അയച്ചപ്പോഴുള്ള ഒരു ഭാഗമാണ് ഈ വായിക്കാൻ കാണുന്നത്. ഈ എലീശയുടെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. ഇവരെ ചുറ്റുമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ പട്ടണം ചുറ്റി വലിയ രഥങ്ങളും ശക്തിയേറിയ രഥങ്ങളും സൈന്യവുമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് അല്ലെ. പക്ഷെ എലീശയോട് പറയുന്ന ഒരു കാര്യം, യജമാനൻ എലീശയോട് പറയുന്നത് ഇതേ സൈന്യം നിൽക്കുന്നു, ബാല്യക്കാരന് ഭയങ്കര ഭയം. പക്ഷെ എലീശയ്ക്ക് യാതൊരു ഭയവും തോന്നിയില്ല. കാരണം എന്താ? അവൻ കണ്ടത് അവന്റെ അകക്കണ്ണ് തുറന്നായിരുന്നു കണ്ടത് അല്ലെ. അവൻ പുറമേയുള്ള സൈന്യമോ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ സൈന്യത്തെയോ ഈ ലോകത്തിന്റെ രഥത്തെയോ അല്ല എലീശ കണ്ടത്. എലീശ കണ്ടത് സ്വർഗീയ സൈന്യം അവർക്ക് വേണ്ടി ഇറങ്ങിയതാ. സ്വർഗീയ രഥങ്ങൾ ഇറങ്ങിയതാ. അധികമായിട്ട് പലപ്പോഴും പലരും ആഗ്രഹിക്കാറില്ല താഴെക്കട ശുശ്രൂഷിക്കുന്നവരെ ഒന്ന് കൈപിടിച്ച് ഉയർത്തുവാന് അല്ലെങ്കിൽ അവരെ നമ്മുടെ ഒപ്പം ചേർക്കുവാനൊന്നും പലരും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്നത്. പക്ഷെ എലീശ എന്റെ ബാല്യക്കാരനൊക്കെയാണ് ഇതുവരെ കേട്ടത് അല്ലെങ്കിൽ ഇതുവരെ കണ്ടത്, ഞാൻ കണ്ട ദർശനം അല്ലെങ്കിൽ ഞാൻ പ്രാപിച്ച കൃപയൊക്കെ കേട്ട് അതിനനുസരിച്ച് വിശ്വസിച്ച് മുൻപോട്ട് പോയത് ഈ ബാല്യക്കാരൻ. പക്ഷെ ഇനി ഇത് പോരാ. ലോകത്തിന്റെ കണ്ണുകൊണ്ട് അവന്റെ പുറമേയുള്ള കണ്ണുകൊണ്ട് ലോകത്തിന്റെ പല കാഴ്ചകളും ജീവിക്കാൻ
ഇവൻ കാണാത്ത ഒരിക്കലും വാദം വല്ലാതെ സ്പർശിക്കാനിടയാക്കും. ഞാൻ കണ്ടത് ഇവനൊന്ന് കാണട്ടെ, ഞാൻ അനുഭവിച്ച ഭക്ഷിക്കട്ടെ, ഞാനുള്ള വചനം ഇവനൊന്ന് കാണട്ടെ, അതിന് ഇവന്റെ അകക്കണ്ണൊന്ന് തുറന്ന് മാത്രമേ പറ്റൂ. അതിനുവേണ്ടി ഇവന്റെ അകക്കണ്ണൊന്ന് തുറക്കണമേ. ഭയമൊന്നും തോന്നാതിരുന്നത് ഈ സ്വർഗീയ ദർശനം കൊണ്ടാണ്. ഞാൻ പറയട്ടെ, ദൈവമക്കളെ, പല കഷ്ടതകളും പ്രയാസങ്ങളും ശത്രുവിന്റെ സൈന്യവും നിന്റെ മുന്നിൽ തുറന്നാലും ആരെയും ഭയപ്പെടേണ്ടല്ലോ. നിന്റെ അകക്കണ്ണൊന്ന് തുറന്ന് സ്വർഗീയ ദർശനം കാണുവാൻ അവന്റെ അകക്കണ്ണ് തുറക്കുവാൻ തക്കവണ്ണം ഇടയാക്കും. കഴിഞ്ഞ നാടുകളെക്കാൾ എത്രയോ അധികമായി ദൈവമനെ മാനിക്കുവാനിടെ എത്രയോ വ്യത്യസ്തമായ തലത്തിലേക്ക് അവൻ പോകുന്നോർത്ത് നോക്കിക്കേ. ആത്മീയ കാഴ്ചപ്പാടിനെ, ആത്മീയ ദർശനങ്ങളെ കാണുവാൻ തക്കവണ്ണം ഇടയാക്കുന്നു. കഴിഞ്ഞ നാടുകളുടെ അവന്റെ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരുവാൻ ഇടയാക്കുന്നു. പിന്നെ അവന് ഭയം തോന്നിയില്ല അല്ലെ? പിന്നെ അങ്ങോട്ട് താഴോട്ട് വായിക്കുന്ന വാക്യങ്ങളൊന്നും കാണുന്നില്ല. അവന് ഭയം തോന്നിയതായിട്ട് എലീശ പറഞ്ഞത്, എലീശ കണ്ട ദർശനമെന്തോ അതേ ദർശനം കണ്ടിട്ട് മുൻപോട്ട് പോകുക. സ്വർഗീയ ദർശനം കാണുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ചില ദർശന പ്രകാരം, ചില വെളിപ്പാടിന് പ്രകാരം ഒന്ന് മുന്നോട്ട് യാത്ര ചെയ്യണം. ഇന്നലെ കണ്ടിട്ടുണ്ട്, ഇന്നലെ പലതും പ്രവചിച്ചതാ, ഇന്നലെ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ, പല ദൂതുകൾ കേട്ടതാ, പല പ്രവചനം കേട്ടതാ, പല വാഗ്ദത്തങ്ങളൊക്കെ കേട്ടതാ. പക്ഷെ ഇന്ന് എനിക്കൊന്ന് കേൾക്കണം, ഇന്ന് എനിക്കൊന്ന് പറയണം, ഇന്ന് എനിക്ക് ചിലതൊന്ന് കാണണം. മറ്റുള്ളവരെ കാണുന്നത് കേൾക്കുക മാത്രമല്ല, എനിക്കൊന്ന് പ്രാവശ്യം അവൻ ദർശനം കണ്ടു. ഹല്ലേലൂയ. രഥങ്ങൾ ഇറങ്ങിയേക്കുക. എലീശ പറയുന്നുണ്ട്, അവൻ പേടിക്കണ്ട, അവരുടെ കൂടെ ഉള്ളവരെക്കാട്ടിലും അധികമായി എന്റെ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ ബാല്യക്കാരൻ അത് മനസ്സിലായില്ലേ? എവിടെ നിന്ന് അവൻ നോക്കുമ്പോ രണ്ട് വ്യക്തികളെ ഉള്ളൂ. എലീശയുണ്ട്, ബാല്യക്കാരനുണ്ട്. പക്ഷെ അവൻ അവർക്കൊന്നും നേരത്തെ കണ്ട സൈന്യത്തെ, ലോകത്തിന്റെ സൈന്യത്തെക്കാൾ ഉപരിയായി ഇരട്ടിയായി ഇറങ്ങിയിരിക്കുക. ശത്രു നിന്നെ വീഴ്ത്തുവാൻ നോക്കിയാലും ദൈവം അനുവദിക്കാതെ, ദൈവം അനുവദിക്കാതെ ഒരു ശത്രുവിനെയും ദൃഷ്ടിയിൽ പോലും വിടുവാൻ വിടുവിക്കണമെങ്കിൽ വിശ്വസ്തയോടെ ദൈവവാദമെടുത്തിൽ ഇരുന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ദൈവവാദമെടുത്ത് പ്രാപിച്ച് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. എലീശ അങ്ങനെയാ മുന്നോട്ട് കടന്നു പോകാൻ ഇടയാക്കിയിരുന്നത്. ബാല്യക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെ കണ്ണൊന്ന് തുറക്കുവാൻ, സ്വർഗീയ ദർശനം ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട് സ്വർഗീയ ദർശനം ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട് എലീശ പ്രാർത്ഥിച്ചുടനെ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. ദർശനം കാണുവാനിടയായി. നമ്മുടെ അകക്കണ്ണ് തുറക്കേണ്ടത് സ്വർഗീയ ദർശനം കാണാനായിരിക്കും. രണ്ടാമത്തെ വാക്യത്തിലേക്ക് ഞാൻ ചുരുക്കി ഓടിച്ചു പറഞ്ഞു പോവുകയാണ്. സംഖ്യാപുസ്തകം 22:31 വാക്യത്തിലേക്ക് ഒന്ന് കടന്നാട്ടെ. സംഖ്യാപുസ്തകം 22:31. അപ്പോൾ യഹോവ
മിരിയാമിന്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാത്താൻ ഇവർക്ക് നമസ്കരിച്ചു. ഇവിടെയും ബിലെയാമിന്റെ കണ്ണു തുറന്നു വചനം കാണാനിടയായി തോന്നിയതല്ലേ? അല്ലയോ? ബിലെയാമിന്റെ കണ്ണ് നേരത്തെ തുറക്കാതിരിക്കുമായിരുന്നു. പക്ഷെ ബിലെയാമ കർത്താവിന്റെ ദർശനങ്ങളും വെളിപ്പാടുകളും കണ്ട് കർത്താവിനെ അനുസരിച്ച് പോയൊരു വ്യക്തിയാണ് അല്ലെ? അതിനകത്ത് കാണുന്നുണ്ട് മോവാബ് രാജാവ് ബാലാക്ക് ബിലെയാമിനെ വിളിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ സന്ദർഭത്തിലാണ് ഈ വചനം വരുന്നത്. ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനും അവനെ പ്രാകുവാൻ വേണ്ടി ബിലെയാമിനെ വിളിച്ചു കൊണ്ടുപോകാനും ഈ ബാലാക്കിന് അറിയാം ഇവനൊരു പ്രവാചകനാണെന്നും കർത്താവിൽ നിന്നും സന്ദേശങ്ങൾ പ്രാപിച്ചിട്ട് അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രവാചകനാണെന്ന് ബാലാക്കിന് പൂർണ്ണമായ ഉറപ്പുണ്ടായിരുന്നു. അവനെ ബാലാക്ക് വിളിച്ച് ദൂതന്മാരെ അയക്കുന്നത് പോകുവാൻ. അവർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ പാർക്ക്, ഞാൻ കർത്താവിനോടൊന്ന് ആലോചന ചോദിക്കട്ടെ. നോക്കിക്കേ, ബിലെയാം കർത്താവിൽ നിന്ന് എന്തു പ്രാപിക്കുന്നു അത് ചെയ്തു വരുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെ? പിന്നീടുള്ള കാലങ്ങളിൽ ഞാൻ വാക്യത്തിലേക്ക് കടന്നു വരുക, എന്താണോ കർത്താവ് പറയുന്നത് അതുപോലെ മറ്റുള്ളവരോട് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ബിലെയാം. പറയാം, ഞാൻ വരത്തില്ല, എന്താ എനിക്ക് കർത്താവ് പറയുന്നത് എന്നോട് പോകണ്ടെന്നാ, ഞാൻ പോകത്തില്ല എന്ന് പറയുകയാണ്. പക്ഷെ പിന്നെയും അടുത്ത ആൾക്കാരെ അയക്കുന്നു. ഞാൻ വാക്യങ്ങളൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സമയം വേഗത്തിൽ കാണും. പിന്നെയും ആ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ കടന്നു വരുന്നുണ്ട്. പിന്നെയും ആളെ അയക്കുകയാണ് ഇസ്രായേൽ ജനത്തെ പ്രാകുവാനും ശപിക്കുവാനുമായിട്ട് ഈ ബിലെയാമിനെ വിളിക്കുവാൻ. അവർ പറയുന്നുണ്ട് ശ്രേഷ്ഠമായ സമ്മാനം. ഇവരുടെ വാക്കില് ഇവർ കുടുങ്ങി. ഇവരോട് ആദ്യമേ പറഞ്ഞു, ബിലെയാമിനോട് പറഞ്ഞു, നീ പോകരുതെന്ന്. കർത്താവ് എന്ത് കൽപ്പിക്കുന്നു അതുപോലെ അനുസരിച്ച് ബിലെയാം കർത്താവ് എന്താണോ ഹിതം, കർത്താവിന്റെ ഹിതം എന്തെന്ന് ബിലെയാമിന് മനസ്സിലായി. പോകരുതെന്നുള്ളതാ. ബിലെയാം അവിടുന്ന് യാത്ര ചെയ്യരുത്. ഇസ്രായേൽ ജനത്തെ ദൈവം അനുഗ്രഹിച്ചതോ ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനോ പ്രാകുവാനോ നിനക്ക് അവകാശമില്ല, നീ പോകരുതെന്ന് കർശനമായി ദൈവത്തോട് പറഞ്ഞു. പിന്നെ എന്തിനാ അവരോട് പറഞ്ഞ, നീ നിൽക്ക്, ദൈവത്തിനോടൊന്ന് ആലോചന ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് വീണ്ടും പറയും. എന്തിനായിരിക്കാം? ഇവരുടെ ഈ വാഗ്ദാനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇവൻ പറഞ്ഞു, കർത്താവിന്റെ മനസ്സൊന്ന് മാറിയാലേ കർത്താവിന്റെ അനുവാദത്തോടെ പോയെന്നും പറയും. ഇവന് സമ്പത്തിലേക്കുള്ള ദൃഷ്ടിയുണ്ടല്ലോ. അവനെ പിന്നെയും കർത്താവിനെ നിർബന്ധിച്ച് അവനിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ വേണ്ടി അവന്റെ തീരുമാനം മാറ്റുമോ എന്നറിയാൻ രാത്രിയും കാത്തിരിക്കുക ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് നോക്കിക്കേ, കർത്താവ് പറഞ്ഞതാ നീ പോകരുതെന്ന്. വീണ്ടും കർത്താവിനെ നിർബന്ധിക്കുന്നവരെ ആ സാമ്പത്തിക ഹൃദയത്തിലെ രഹസ്യമായ വിചാരങ്ങളെ പോലും ബിലെയാം എന്താണോ ഹൃദയത്തിൽ വിചാരിച്ചത് അത് കർത്താവിന് അറിയാമല്ലേ? ഞാൻ ഇതിൽ നിന്നൊന്നും മാറി അവരോട് പോകാൻ അനുവദിച്ചാൽ ഇവൻ പ്രവാചകനാണെന്നുള്ളത് നിലനിർത്തുകയും വേണം. കർത്താവിൽ നിന്നുള്ള സന്ദേശങ്ങൾ വരുന്നത് മുടങ്ങിപ്പോകാനും പാടില്ല. ഈ സന്ദേശങ്ങൾ വന്നത് മറ്റുള്ളവരെ അറിയിക്കുകയും വേണം. അതുകൊണ്ട് കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് അല്ലെങ്കിൽ കർത്താവിന്റെ അനുവാദത്തോട് കൂടെ മാത്രം പോകണമെന്നുള്ള ഒരു നിർബന്ധം. ഇങ്ങനെ പോവുകയും വേണം. ഇവരുടെ സമ്മാനങ്ങളും ഇവർ തരാനുള്ള ഇതൊക്കെയും വാങ്ങി അവർ കൈയടക്കുകയും വേണമല്ലോ. ഒരു ദുരാഗ്രഹം ബിലെയാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിരുന്നു. അതുവരെയും ബിലെയാം കർത്താവിൽ നിന്ന് എന്ത് പ്രാപിച്ചോ അതൊക്കെ മാത്രമായി അനുസരിച്ചു കൊണ്ടിരുന്നത്. ചില സമ്പത്തിന് വേണ്ടി നീ കണ്ട ദർശനത്തെ, നീ കണ്ട വെളിപ്പാടിനെ മറിച്ചു കളയരുത്. മറിച്ചു കളയാനിറങ്ങിയ കർത്താവിനേക്ക് പ്രതിയോഗിയായി ഇറങ്ങി വരുവാനിടയാകും. നീ കണ്ട ദർശനമുണ്ടല്ലോ, കാണാത്തതിന്റെ ആത്മാവുണ്ടല്ലോ, കടന്നു പോകാനിടയാകും. ദർശനത്തിന്റെ ഭാഷ, ദർശനം കാണുവാനതിന്റെ ഉയർന്ന പദവികളൊക്കെ തരുമായിരിക്കും. പക്ഷേ അതൊക്കെ നേരത്തെ കർത്താവിന്റെ വാക്ക് കേട്ട് നീ എങ്ങനെ അനുസരിക്കുന്നു? അനുസരിച്ചു നിന്നാല് മനുഷ്യർ തരുന്ന പദവിയെക്കാളും മനസ്സിന്റെ നിങ്ങളെ കുറിച്ച് എന്ത് ദൈവം ആഗ്രഹിക്കുന്നു അതെനിലൊന്ന് നിറവേറണമെന്ന് ദൈവം പ്രാർത്ഥിച്ചു വേണം പോകാൻ. ദൈവം നീ എന്താണ് എന്നിൽ ആഗ്രഹിക്കുന്നത്, എന്താണ് അവിടെ സംസാരിക്കേണ്ടത്, എന്താണ് പറയേണ്ടതെന്ന് കർത്താവെ അത് സംസാരിക്കണമേ എന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മൾ
ദൈവത്തോട് പല കാര്യങ്ങളും അങ്ങോട്ട് പറയാറേ ഉള്ളൂ. ഇങ്ങോട്ട് കർത്താവിന് എന്തെങ്കിലും പറയാനുണ്ടോ കേൾക്കാനുണ്ടോ സമയം കണ്ടെത്താറില്ല. പറയാനുള്ള നെല്ലിക്ക കഴിച്ചിട്ടതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കർത്താവെ അങ്ങനെ കഴിയുമ്പോൾ ശബ്ദം ഒന്ന് കേൾപ്പിക്കുന്നു. പ്രാർത്ഥന മുറിയിൽ നിന്ന് ആരെങ്കിലും ഇരുന്ന് ഹൃദയം നോക്കി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ശബ്ദം അവൻ വഴികാട്ടിയായി മുൻപടയായി പിൻപടയായി അവൻ പോകുവാനിടയായി തീരും. നീ സംസാരിക്കേണ്ട ഓരോ വാക്കുപോലും നിന്റെ ദൈവം മൗനാനുവാദം കൊടുക്കല്ലേ ഇവരെ പഠിപ്പിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ട് ഹല്ലേലൂയ കേട്ടിട്ടും മറുതരിച്ച് കടന്നു പോകാൻ ഇവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവന്റെ ആഗ്രഹം എന്തിനോടാ? ഹല്ലേലൂയ ഇവര് തരുന്ന സമ്മാനങ്ങളോടും ഒക്കെ ഇവന്റെ ആഗ്രഹം ഇരിക്കുന്നു. പക്ഷേ ദൈവത്തെ മറുതലിച്ച് ഇവന് പോകുവാനും കഴിയത്തില്ല. കഴിഞ്ഞ നാളിൽ മറുതലിച്ച് പോയ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനുള്ളത് പലരും പിന്നീട് പ്രാപിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൽ നിന്ന് പലതൊക്കെ പ്രാപിച്ച് മുന്നോട്ട് പോയ പ്രവാചകൻ എന്നൊരു പേരുണ്ട്. ഈ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച സന്ദേശങ്ങൾ മറ്റുള്ളവരോട് കൈമാറാനും പറ്റത്തില്ല. ഇതിൽ രണ്ടിനാലും ഞെരുങ്ങിക്കൂടെ. പക്ഷെ ഇവന്റെ ആഗ്രഹം മുഴുവനും ഹല്ലേലൂയ അവർ തരുന്ന സമ്മാനങ്ങളിലായിരുന്നു, അവൻ തരുന്ന മാനങ്ങളിലായിരുന്നു, മനുഷ്യൻ തരുന്ന വാഗ്ദത്തങ്ങളിലായിരുന്നു, മനുഷ്യൻ തരുന്ന സ്ഥാനങ്ങളിലായിരുന്നു, മാനങ്ങളിലായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ പറയട്ടെ ഹല്ലേലൂയ നിങ്ങൾക്ക് ചിലപ്പോൾ ഹല്ലേലൂയ ഒരു സ്റ്റേജ് നഷ്ടപ്പെട്ടേക്കാം. ഹല്ലേലൂയ പിന്നെ നിങ്ങൾ വിളിച്ചിരിക്കും. പക്ഷേ കർത്താവ് തരാത്തത് ഹല്ലേലൂയ കർത്താവിൽ നിന്ന് പ്രാപിക്കാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പറയരുത്. കഴിഞ്ഞ രാത്രി വരെ സംസാരിച്ചത് അഭിനയാമിനോട് കർത്താവ് ഹല്ലേലൂയ നേരം വെളുത്തപ്പോൾ വഴിമാക്കിയെ ദൂതനെ ഇറങ്ങിയിരിക്കുക. കർത്താവ് ബിലെയാമിന്റെ യാത്രയില് പ്രതിയോഗിയായി കടന്നു വന്നിരിക്കുക. ഹല്ലേലൂയ. പക്ഷേ ബിലെയാം അതൊന്നും കാണുന്നില്ല. പക്ഷേ കഴുത കാണാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ദൂതൻ നിൽക്കുന്നത് ഹല്ലേലൂയ കഴുത കാണുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ബിലെയാം ഇത് കാണാതെ പോയത് എന്തുകൊണ്ടാ? അവന്റെ ദർശനത്തിന് കാഴ്ച മങ്ങിപ്പോയത് എന്തുകൊണ്ടാ? കർത്താവിന്റെ അരുളപ്പാട് കേൾക്കാതെ അവൻ യാത്ര പുറപ്പെട്ടു. എന്നാൽ ചോദിക്കും അവിടെ ഒരു മൗനാനുവാദം കർത്താവ് കൊടുത്തില്ല എന്നല്ലേ? കർത്താവ് കൊടുത്തല്ലേ മൗനാനുവാദം? കർത്താവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബിലെയാമിന്റെ രഹസ്യ ചിന്ത അല്ലെങ്കിൽ അവന്റെ ആഗ്രഹം, ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് പൂർണ്ണമായി ദൈവം മനസ്സിലാക്കിയിരുന്നു. പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടാണ് ദൈവം അവനെ പറഞ്ഞിരിക്കുന്നത്. ബിലെയാമ് പോക്കുകൾ കുതിരയ്ക്ക് പോകട്ടെ യാത്ര തിരിക്കുന്നത് കണ്ടിട്ട് ദൈവത്തിന് എന്നോട് കോപം ചെലുത്തുവാനിടയായി. എന്റെ വാക്ക് കേട്ടിട്ട് എന്റെ വാക്കിനെ മറുതലിച്ചു കടന്നു പോവുകയാണല്ലോ എന്ന് ഹല്ലേലൂയ. ദൂതൻ അവന്റെ യാത്ര മുടക്കിയപ്പോൾ ഹല്ലേലൂയ കഴുത സംസാരിക്കുവാനിടയായിത്തീർന്നു. അവന്റെ പ്രാണി പോലും ദൂതൻ ഇറങ്ങി വന്നത് കാണുവാനിടയായി. അപ്പോൾ ബിലെയാമിനെ കാണുവാൻ പറ്റിയില്ല കേട്ടോ. നിങ്ങളുടെ ദർശനത്തിന്റെ കാഴ്ചപ്പാട് മങ്ങിപ്പോയി. കഴിഞ്ഞ നാളിൽ ദർശനങ്ങൾ കണ്ടതാ, കഴിഞ്ഞ നാളിൽ വെളിപ്പാടുകൾ കണ്ടതാ. ഹല്ലേലൂയ. നിന്റെ കാഴ്ചകളും ദർശനങ്ങളൊക്കെ നിവർത്തിയായ പക്ഷേ നാളുടെ ദർശനത്തിന് ഹല്ലേലൂയ വെളിപ്പാടുകൾക്ക് അങ്ങനെ തിരികെ ഹല്ലേലൂയ സ്ഥാനങ്ങളും മാനങ്ങളും ഹല്ലേലൂയ ലോകത്തിലെ മോഹന വാഗ്ദാനങ്ങളെ മോഹിച്ചുകൊണ്ട് ഹല്ലേലൂയ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് നിന്റെ കണ്ണു മങ്ങിയപ്പോൾ നിന്റെ അകക്കണ്ണു മങ്ങുവാനിടയായി. നമ്മുടെ ഈ ലോകത്തിലെ കാഴ്ച മങ്ങിയാലും അകക്കണ്ണു മങ്ങാതെ അകക്കണ്ണു മങ്ങാതെ ദർശനങ്ങളെ വെളിപ്പാടുകളെ കാണുവാൻ അകക്കണ്ണു മങ്ങാതെ സൂക്ഷിക്കണം. ദൈവമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടാകണം. കർത്താവ് അരുളി ചെയ്യാതെ ഞാൻ യാത്ര തിരിക്കത്തില്ല. കർത്താവിന്റെ അനുവാദമില്ലാതെ ഞാൻ ഇവിടെ നിൽക്കത്തില്ല. കർത്താവിന്റെ അനുവാദമില്ലാത്തത് ദൈവഹിതമില്ലാത്തത് ഞാൻ പോകത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു തീരുമാനം ദൈവമായിട്ടുണ്ടാകണം. ഹല്ലേലൂയ. അത് നിവർത്തിക്കാനും നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാണ്. ഹല്ലേലൂയ. നമ്മൾ തീരുമാനമെടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിയും. പക്ഷേ അത് പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ പലപ്പോഴും നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ബിലെയാമിന്റെ കാര്യത്തിലേക്ക് മടങ്ങി വരും. അവിടെ വായിക്കുന്ന വാക്യമുണ്ട്. അപ്പോൾ ബിലെയാമിന്റെ കണ്ണു ദൈവം തുറന്നല്ലേ? ഓർത്ത് നോക്കിക്കേ. അവനതുവരെ കാണാത്ത കാഴ്ച മങ്ങിപ്പോയതാ. ദർശനങ്ങൾ കണ്ടൊരു കാലമുണ്ടായിരുന്നു, വെളിപ്പാടുകൾ കണ്ടൊരു കാലമുണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ നാളുകളിലേക്ക് നോക്കിയ പഴയകാല ദൈവദാസന്മാരെ ഒക്കെ ഇന്ന ദർശനം കണ്ടിട്ട് ഇന്ന ഭവനത്തിലേക്ക് ഇന്നതയക്കാൻ കൊടുത്തുവിടാൻ ഒത്തിരി പേരുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ചാസിന്റെ മാതാവിന് ഒക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്ന വീട്ടിൽ ഇന്ന പ്രയാസമുണ്ട്, ഇന്നത് കൊണ്ടുകൊടുക്ക്. അത്രമാത്രം ദർശനമാണ് ഒരു തലമുറ നമ്മുടെ പിന്നിലുണ്ടായിരുന്നു. ഓർത്ത് നോക്കിക്കേ. നമ്മുടെ ഈ കാലഘട്ടത്തിലെ തലമുറയിലേക്ക് നോക്കി നോക്കിയേ. ദർശനം എന്താ, വെളിപ്പാടെന്താ, വെളിച്ചപ്പാടെന്താ അറിയാത്തൊരു തലമുറ.
ഇടയാക്കണം. എന്തിനാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. നിന്റെ യാത്രയിൽ നിന്ന് കർത്താവിന്റെ പാതയിൽ നിന്ന് നീ ഇടത്തോട്ടോ വടത്തോട്ടോ സഞ്ചരിക്കാൻ കാരണമായി തീർന്നാൽ കർത്താവ് ഇറങ്ങി വരും, ദൂതനെ അയക്കും. ഹല്ലേലൂയ. നിന്റെ യാത്ര തടസ്സപ്പെടുത്തുക. നിന്റെ യാത്ര തടസ്സപ്പെടുന്ന നീ പറയരുത്, പിശാചിനെ കുറ്റം പറയരുത്. പലപ്പോഴും നമ്മൾ പറയും ഈ യാത്ര മുടങ്ങിപ്പോയി, പിശാച് മുടങ്ങിയത്. പക്ഷെ നമ്മളൊന്ന് ചോദ്യം ചെയ്ത് നോക്കേ, നമ്മൾ കർത്താവിന്റെ വാക്ക് കേൾപ്പിന് വാക്കിനപ്പുറമായിട്ട് സഞ്ചരിച്ചത് കൊണ്ടാണ് ഹല്ലേലൂയ കർത്താവിന്റെ ബിരിയാമിന്റെ യാത്ര മുടക്കുവാൻ ദൂതൻ ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയാക്കുന്നു. കഴുത കണ്ടു. ഹല്ലേലൂയ. ദൂതൻ പറയുന്നുണ്ട്, കഴുത മാറിപ്പോയത് കൊണ്ട് നിന്റെ ജീവൻ രക്ഷിക്കും. അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നിട്ട് കഴുതയെ രക്ഷിക്കുവാൻ, കഴുതയുടെ ജീവൻ രക്ഷിക്കുവാനും അത്രമാത്രം കോപം ചൊരിക്കുവാൻ തക്കവണ്ണം ബിരിയാമിനോട് കോപം ചൊരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ എന്ത് പ്രാപിക്കുന്നു അത് മാത്രമായി തീരട്ടെ നമ്മുടെ ജീവിതത്തില്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാത്തതൊന്നും ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പിൽ, ഹല്ലേലൂയ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പറയുവാൻ ഇടയാകും തീരത്ത. നമ്മുടെ ജീവിതത്തിൽ ആദ്യം അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ തക്കോളം ഇടയായി തീരട്ടെ. ദൈവത്തിന്റെ സന്നിധി, ദൈവം നമ്മളോട്, നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം എന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് കർത്താവിന്റെ പാദപീഠത്തിൽ നിന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ഇടയായി തീരും. ബിരിയാമിനോട് സംസാരിച്ച ദൈവം ഹല്ലേലൂയ നമ്മളോട് സംസാരിക്കാൻ ശക്തനല്ലേ? ആ ദൈവമല്ലേ ഇന്ന് നമ്മുടെ പ്രാർത്ഥന മുറിയിൽ ഇറങ്ങി വരുന്നത്? ആ ദൈവമല്ലേ ഇന്ന് നമ്മളോട് കൂടെയുള്ളത്? ഹല്ലേലൂയ. പ്രതിയോഗിയായി ഇറങ്ങി വന്നിട്ട് ഹല്ലേലൂയ ബിരിയാമിന്റെ കണ്ണു തുറക്കുവാനിടയാക്കുന്നു. അപ്പോഴാണ് ദൂതൻ നിൽക്കുന്നത്. കർത്താവിന്റെ ദൂതൻ എന്റെ പ്രതിയോഗിയായി ഇറങ്ങി വന്നത് കാണുവാനിടയാക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതമല്ലാത്തത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴി വിട്ട് സഞ്ചരിക്കുമ്പോൾ ഹല്ലേലൂയ ദൂതൻ ഇറങ്ങി വരാൻ ഇടയാക്കും. നമ്മുടെ അർപ്പണം കാണണം, സ്വർഗീയ ദർശനത്തെ കാണുക. രണ്ട്, നമ്മുടെ യാത്ര ഹല്ലേലൂയ ദൈവം കാണിക്കുന്ന പാതയിൽ കൂടെയാണോ അതോ ദൈവത്തിന്റെ പ്രകാരമുള്ള യാത്രയാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ അകക്കണം തുറക്കണം. ഹല്ലേലൂയ നമ്മുടെ യാത്ര പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണ പ്രകാരമാണോ അത് ദൈവത്തിന്റെ പ്രകാരമാണോ അതോ ഈ ലോകത്തിന്റെ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ കണ്ണ്, നമ്മുടെ ദൃഷ്ടി പതിഞ്ഞിട്ടുണ്ടോ? ഈ നാളുകളെ നമ്മളൊന്ന് ശോധന ചെയ്യണം. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ നമ്മുടെ അകക്കണം തുറക്കണം. നമ്മുടെ ലോകമാകുന്ന കണ്ടുകൊണ്ട് നോക്കിയാൽ പലപ്പോഴും നമ്മളുടെ പ്രവശ്യങ്ങളെ ഒന്നും നമുക്ക് കാണുവാൻ പറ്റത്തില്ല. നമ്മുടെ അകക്കണം തുറക്കണം. ആത്മീയ കണ്ണൊന്ന് തുറന്നാൽ നമുക്ക് കാണുവാൻ പറ്റും. നമുക്ക് എവിടെ തെറ്റുപറ്റി, എവിടെയാണ് ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ മുന്നോട്ട് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. ബിരിയാമിന്റെ കണ്ണ് തുറന്നപ്പോൾ ഹല്ലേലൂയ അവിടെ ഇറങ്ങിയത് കാണുവാൻ തക്കവണ്ണം അവർ നമസ്കരിച്ചു. ഹല്ലേലൂയ കർത്താവിന്റെ മുൻപിൽ ഹല്ലേലൂയ അവന് മനസ്സിലായി, എനിക്ക് തെറ്റുപറ്റിയത് എവിടെയാണെന്ന് മനസ്സിലായി. കർത്താവിന്റെ വാക്ക് കേൾക്കാതെ, കർത്താവ് പറഞ്ഞതനുസരിക്കാതെ, കർത്താവിന്റെ ദർശന പ്രകാരമല്ലാതെ ഞാൻ മുൻപോട്ട് പോയത് കൊണ്ട് എന്റെ യാത്രയ്ക്ക് തടസ്സം വരുവാനിടയായി തീർന്നത് എന്ന് പറയാൻ തക്കവണ്ണം മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളോട് എന്തറിവ് ചെയ്യുന്നു അതിന് പ്രകാരം മുൻപോട്ട് പോകാനിടയായി തീരട്ടെ. നമ്മുടെ അകക്കണം തുറക്കണം. ഹല്ലേലൂയ സ്വർഗീയ ദർശനം കാണുക. നമ്മുടെ യാത്ര എങ്ങനെയുള്ളതാണെന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ പാതയിൽ നമ്മൾ ഇറങ്ങിയത് കർത്താവിന്റെ പാത കണ്ടിട്ട്, കർത്താവിന്റെ മുഖം കണ്ടിട്ട് ഇറങ്ങി തിരിച്ചത്, ആ ക്രൂശ് കണ്ടിട്ട് ഇറങ്ങി തിരിച്ചത്. ഇപ്പോഴും നമ്മുടെ യാത്ര ആ ക്രൂശിന്റെ പിന്നാലെയാണോ? ഇപ്പോഴും നമ്മുടെ യാത്ര നമ്മൾ ഇറങ്ങി തിരിച്ച് രക്ഷയ്ക്ക് തന്നെയാണോ? ഈ അവസരം ശോധന ചെയ്യണമെന്ന് പലപ്പോഴും പാടുന്നത് പ്രവർത്തിക്കുന്നതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ നമ്മുടെ യാത്രയിൽ എവിടെയെങ്കിലും നമ്മുടെ കാലിടറി പോയിട്ടുണ്ടോ? നമ്മുടെ ദൃഷ്ടി മാറിപ്പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം മാറിപ്പോയിട്ടുണ്ടോ എന്ന് ഈ ദിവസം ഒന്ന് ശോധന ചെയ്യുക. ഇത് അകത്തോട് ഏറ്റവും അസന്നമായിരിക്കുക. ആ ദിവസങ്ങളിൽ നമ്മളെ ഒന്ന് ശോധന ചെയ്താട്ടെ. നമ്മുടെ അകത്തോട് തുറക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ കടന്നുപോയി. ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ പ്രാകുവാൻ ശ്രമിക്കുവാനുമായി ഹല്ലേലൂയ വരക്ക് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ വരക്ക് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് ഹല്ലേലൂയ കർത്താവ് എന്ത് പറയുന്നു അത് മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ. ഹല്ലേലൂയ കർത്താവ് പറയുന്ന വചനം മാത്രം പറയാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ ബിരിയാമിനെ ഒന്ന് ഭയപ്പെടുത്തി. ഹല്ലേലൂയ അല്ലേ? കർത്താവ് ഭയപ്പെടുന്നു. ഈ ഭയം ഇവന്റെ ഉള്ളിലുള്ളത് കൊണ്ട് കർത്താവിൽ നിന്ന് പറഞ്ഞതല്ലാതെ വേറൊരു വാക്കും പറയുവാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതല്ലാതെ വേറൊരു വാക്കും പറയുവാനാണ് പറ്റിയില്ല. ഇവർ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അല്ലെ അവരെ ശപിക്ക്, അവനെ പ്രാഗ് എന്ന് പറഞ്ഞ് നിർബന്ധി അവർ വ്യക്തമായി എഴുതുന്നുണ്ട്. അവനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. നിന്നെ ഞാൻ വിളിച്ചത് ഇവരെ ശപിക്കുവാനാ, ഇവരെ അനുഗ്രഹിക്കുവാനല്ല, ഇവരെ പ്രാകുവാൻ വേണ്ടിയിട്ട്. അല്ലയോ ഇവരെ ദൈവം ശപിക്കാത്തവരെ ഞാൻ എങ്ങനെ ശപിക്കും? ദൈവം പ്രാകാത്തവരെ ഞാൻ എങ്ങനെ പ്രാകും? ദൈവത്തിന് അനിവാര്യമല്ലാത്തത് ഒന്നും നമുക്ക് വരുമാനമില്ല. ഹല്ലേലൂയ ദൈവത്തിൽ നിന്നും ചെയ്യാത്തത് ഒന്ന് നമുക്ക് എന്തൊക്കെ അത്
ചെയ്യരുതെന്ന് പറഞ്ഞു, അതൊരിക്കലും നമുക്കും ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവം ചെയ്യാത്തതൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. അല്ലെ ദൈവം പറയുന്നത്, ദൈവത്തിന് പറയുന്നത്, ഞാൻ ദൈവം ശപിക്കാത്തതിന് ഞാൻ എങ്ങനെ ശപിക്കും, ദൈവം പ്രാകാത്തതിന് ഞാൻ എങ്ങനെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഇസ്രായേൽ ജനമ അനുഗ്രഹിക്കപ്പെട്ടവരെ ശപിക്കുവാൻ ഞാൻ ആരുമല്ലെന്ന് ഹല്ലേലൂയ ബിലെയാം പറയുന്നുണ്ട്. ഹല്ലേലൂയ. പിന്നെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്ത് മാറ്റിയോട് ഇവിടെയാവും നീ ചോദിക്കുന്ന കർത്താവിനോട് ഇവരെ പ്രാകുവാൻ അല്ലെങ്കിൽ ഇവരെ ശപിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ബിലെയാം ചെയ്തില്ല. ഹല്ലേലൂയ. അവൻ പറയുന്നുണ്ട്, ഹല്ലേലൂയ പാടുള്ള വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഹല്ലേലൂയ നിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ നിന്നെ ഞാൻ ഏറെ മാനിക്കുവാൻ ഇച്ഛിച്ചതായിരുന്നു, ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ ദൈവം നിന്നെ മാനത്തെ എടുത്തു കളഞ്ഞു. ദൈവം എടുത്തു കളഞ്ഞ മാനം ഏതാ? ഈ ലോകത്തിന്റെ മാനങ്ങൾ. ഹല്ലേലൂയ. അതോർത്തിട്ട് പാറപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ദൈവം എടുത്തു കളഞ്ഞത് ഈ ലോകത്തിന്റെ ധനമാ, ഈ ലോകത്തിന്റെ സമ്പൽ സമൃദ്ധിയാ. അതൊക്കെ തൽക്കാലത്തേക്കുള്ളതല്ലേ, അതൊക്കെ നിമിഷ നേരത്തേക്കേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കാൻ, ദൈവം ബിലെയാമിനെ ഹല്ലേലൂയ മാനിക്കുവാൻ ഹല്ലേലൂയ ദൈവമിടയായി തീർന്നാൽ ഹല്ലേലൂയ ലോകം കൊടുക്കുന്ന മാന്യതയെക്കാട്ടിലും ലോകം കൊടുക്കുന്ന ബഹുമാന്യതയെക്കാട്ടിലും വലിയതായി മാനിക്കുവാനായി ശക്തനായ ദൈവത്തെ അനുസരിച്ച ബിലെയാം യാത്ര ചെയ്യുന്നത്. ഹല്ലേലൂയ. ബിലെയാമിന്റെ ജീവിതത്തിൽ വീണ്ടും കണ്ണു തുറന്നപ്പോൾ ബിലെയാമിന് മനസ്സിലായി, ഹല്ലേലൂയ ദൈവം പറയുന്നതിൽ അപ്പുറമോ ഇപ്പുറമോ സഞ്ചരിക്കാൻ എനിക്ക് അനുവാദമില്ലെന്ന് ബിലെയാമിന് ബോധ്യമുണ്ടാകാനിടയായി തീർന്നു. ബിലെയാം കർത്താവ് പറഞ്ഞതല്ലാതെ ഒരു വാക്ക് പോലും പറയാനിടയായി തീർന്നില്ല. പക്ഷേ അവന് കിട്ടേണ്ടതായ ഹല്ലേലൂയ ഒത്തിരി നന്മകൾ മുടങ്ങി, ഒത്തിരി സ്ഥാനമാനങ്ങൾ മുടങ്ങി, ഒത്തിരി പ്രശംസകളൊക്കെ മുടങ്ങി. ഹല്ലേലൂയ. പക്ഷെ അതിനൊന്നും ഭാരപ്പെടുവാനിടയില്ല. കർത്താവ് ഹല്ലേലൂയ മാനിക്കാൻ ശക്തനായ ദൈവമാണ്. ദൈവം മാനിക്കുവാൻ ശക്തനായ ദൈവമാണ്. ഇവർ മാനിക്കുന്നതിനപ്പുറമായി, ഇവർ തരുന്ന സ്ഥാനങ്ങളിലും അപ്പുറമായി, ഇവർ തരുന്ന പദവികളിലും അപ്പുറമായി മാനിക്കുവാൻ ശക്തനായ ദൈവമാണ്. ബിലെയാമിന്റെ കൂടെ ഇരുന്നു. ഹല്ലേലൂയ. ബിലെയാമിന് ഓരോ നിമിഷവും ഉദ്ദേശങ്ങൾ നൽകിയതുപോലെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ബിലെയാം പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളില് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനങ്ങൾക്ക് വിളമ്പിക്കൊടുക്കുവാൻ തക്കോണം ഓരോ ദിവസവും ദൈവം നമ്മെ ഇടയാക്കി മാറട്ടെ. വാഗ്ദത്തങ്ങൾ പറഞ്ഞ് അടുത്ത വാക്യത്തിലേക്ക് ഞാൻ വരിക. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരുന്നോളാം. ഹല്ലേലൂയ. വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിലെ ഹാഗാറിന്റെ ജീവിതത്തില് ഹാഗാറിന്റെയും കുഞ്ഞിന്റെയും കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവം അവളുടെ കണ്ണു തുറന്നു നീരുറവ കണ്ടെന്നല്ലേ. ഹല്ലേലൂയ. അതുവരെ ഹാഗാർ അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. മകന്റെ കണ്ണുനീര് കാണണ്ട, മകന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മാറിയിരുന്ന് കരയുകയാണ്. ഹല്ലേലൂയ. ഓർത്ത് നോക്കിക്കേ എത്രമാത്രം നെടുവീർപ്പോടെയാ അവൾ കരഞ്ഞത്. ഹല്ലേലൂയ. ഭക്ഷണം തീരാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവള് കരച്ചു തുടങ്ങി. കാര്യം ഒരു സ്വന്തം കുഞ്ഞിന്റെ ഹല്ലേലൂയ ദാഹം മാറ്റുവാൻ, വിശപ്പ് മാറ്റുവാൻ, അവരെ പ്രാണവേദന മാറ്റുവാൻ കഴിയാത്ത മാതാവിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരുപാട് കരഞ്ഞു കാണും, കരഞ്ഞു തളർന്നു കാണും. ഈ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണാൻ കഴിയത്തില്ലല്ലോ എന്ന് പറയും. കുഞ്ഞിനെ മാറ്റി കിടക്കിൽ മാറിപ്പോയത് ഹല്ലേലൂയ. മാനത്തെ നിലവിളി കേട്ടപ്പോൾ സ്വർഗം തന്നെ ഇവരുടെ കണ്ണു തുറക്കുവാനിടയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അവര് മുന്നമേ കടന്നു വരുന്നവര് മുന്നമേ തുറന്നു വെച്ച് നീരുറവയല്ലേ? ഹല്ലേലൂയ. അതുവരെ ഹാഗാർ കാണുവാനിടയായിരുന്നില്ല, ആഹാരം കാണുവാനിടയായിരുന്നില്ല. ഇവർ കടന്നു വരുന്നവര് മുന്നമേ തുറന്നു വെച്ചത്. ഹല്ലേലൂയ. പക്ഷെ അവർ കാണുവാനിടയായിരുന്നില്ല. നമുക്ക് വേണ്ടി മരുഭൂമിയിൽ നീരുറവ തുറക്കുകയും ദൈവമുണ്ട് കേട്ടോ. സകലം അസ്തമിച്ചത് പറഞ്ഞ് സകലത്തെയും കുറിച്ചുകൊണ്ടെന്ന് പലരും പറയുമ്പോൾ വിചാരങ്ങളായിരിക്കാം. എല്ലാം അസ്തമിച്ചല്ലോ, എല്ലാം അവസാനിച്ചല്ലോ, ഇനി മുന്നോട്ട് യാത്രയിലായി അവസാനങ്ങൾ കേട്ടോ. അവിടെ നിന്ന് തുടങ്ങാൻ പോകുന്നു. കഴിഞ്ഞ പോലെ എനിക്ക് പറ്റുന്നില്ലല്ലോ, കഴിഞ്ഞ നാളുകളത്തെ പോലെ എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ലല്ലോ. ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് ഉൾപ്പെടുകയോ. ഹല്ലേലൂയ. എന്റെ ശുശ്രൂഷയുടെ കാലാവധി കഴിഞ്ഞോ, എനിക്ക് ശോഭിക്കാൻ പറ്റുന്നില്ലല്ലോ, ദൈവം ഏകാഗ്രതയും അദ്വിതമാകുവാൻ എനിക്ക് പലപ്പോഴും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പലപ്പോഴും നെടുവീർപ്പെടുന്ന അവസ്ഥയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം നിന്റെ അകക്കണ്ണൊന്ന് തുറക്കാൻ ഹല്ലേലൂയ ദൈവം തുറക്കാൻ പോകുക. നിനക്ക് വേണ്ടി തുറക്കാൻ ദൈവമുണ്ട്. ഇതുവരെ
നമ്മുടെ അകക്കണ്ണിൽ ഇപ്പോഴും ആഴ്ചകളില്ലാതെ മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന ദൈവസന്നിധിയിൽ ഹാഗാറിന്റെ കണ്ണ് തുറന്നപ്പോൾ പലവരും ഒരു നീരുറവ കാണുവാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി പ്രിയ ദൈവങ്ങളെ ഞാൻ പറയട്ടെ, ഒരു നീരുറവ ദൈവം തുറന്നോട്ടെ. അവസാനിച്ചത് തുടങ്ങി സ്റ്റോപ്പിട്ടത് ഇരിക്കുമ്പോൾ സ്റ്റോപ്പിൽ നിന്ന് ദൈവം തുടങ്ങാൻ മനുഷ്യരെ സ്റ്റോപ്പിട്ടത് മനുഷ്യരെ അവസാനിച്ചത് പറയുന്നത് മനുഷ്യരെ അതൊന്ന് കാണുവാൻ എന്റെ അകക്കണ്ണം തുറക്കണമേ. ാറിന്റെ അകക്കണ്ണം തുറന്നപ്പോൾ നീരുറവ കാണുവാൻ ഇടയാക്കുന്നു. അത് കുടിച്ച് കാലിനും അവളും തുട്ടിപ്പാടി പരടയാക്കുന്നു. ഒരു പുതുജീവൻ അല്ലെ നഷ്ടപ്പെട്ടു പോയി, അവസാനിച്ചല്ല മരണം കടന്നുവന്ന് മരിച്ചുപോയെന്ന് മരണം ഉടനെ സംഭവിക്കുമെന്ന് പോലെ വിധി എഴുതിയത്. അതുകൊണ്ട് ബാലന്റെ മരണം കാണരുതെന്ന് പറഞ്ഞ് അവൾ മാറി കടന്നു പോകാനിടയായിട്ടുണ്ട്. അവൾ ഉറപ്പായി എന്റെ മകൻ മരിച്ചു പോകുമെന്ന്. പക്ഷെ അവിടെ നിലവിളിരുന്നില്ല കേട്ടോ, അവിടെ കരുണീരുന്നില്ല. നിമിഷം വരെ പ്രതീക്ഷയുണ്ടായിരുന്നു. മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അവൾ നിലവിളി നിർത്തി ബാലനെ ഇട്ടിട്ട് അവൾ പോയില്ല. അവൾ മാറിയിരുന്ന് കരയുകയാണ്. കണ്ടാ മതി, നീ അതിൽ നിന്ന് കുടിച്ച് പാൻ ചെയ്താൽ മതി. അനുഗ്രഹിക്കപ്പെടുവാൻ ബലപ്പെടുവാൻ തക്കോണം ഇടയായിത്തീരും. കണ്ടു തുറന്നപ്പോൾ നമുക്കുള്ള നന്മ കാണുവാൻ, നമ്മുടെ അനുഗ്രഹങ്ങളെ കാണുവാൻ, ദൈവം നമുക്ക് തുറന്നു വെച്ചിരിക്കുന്ന വഴികളെ കാണുവാൻ നമ്മുടെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വഴിയും നമ്മളെ ഒരിക്കലും വളർത്തിക്കളയുവാൻ വീഴ്ത്തിക്കളയുവാൻ ഒരിക്കലും ദൈവം സമ്മതിക്കത്തില്ല. നമുക്ക് പുഷ്ടപ്പെടുവാൻ മനുഷ്യരോട് പുഷ്ടപ്പെടുവാൻ ഒരിക്കലും ദൈവം സമ്മതിക്കത്തില്ല. ദൈവം മനുഷ്യൻ പുഷ്ടപ്പെടുന്നത് ദൈവം തുടങ്ങുവാനിടയായിത്തീരും. ഞാൻ നിർത്താൻ പോകുന്ന സമയമായല്ലോ. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നമ്മുടെ അകക്കണ്ണ് തുറക്കണമേ. സ്വർഗീയമായ ദർശനങ്ങളെ കാണുക. എന്തിനാ? ഈ ലോകത്തിലെ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ നിലനിർത്തുന്ന, ഹല്ലേലൂയ, മുന്നോട്ടുള്ള ജീവിതത്തിന് ആവശ്യമായ സ്വർഗീയ ദർശനങ്ങളെ കാണുക. ഹല്ലേലൂയ. നമ്മുടെ അകക്കണ്ണ് തുറക്കണം. അത് പ്രാപിച്ച് ആ ദർശന പ്രകാരം മുൻപോട്ട് ജീവിപ്പാൻ ഇടയായിത്തീരണം. അകക്കണ്ണ് തുറന്ന അകക്കണ്ണ് തുറക്കണം. സ്വർഗീയ ദർശനങ്ങളെ കാണണം. ഇതുവരെ ഞാൻ കണ്ടത് ലോകത്തിന്റെ കാഴ്ച, മറ്റുള്ളവരുടെ കണ്ണിൽ കൂടെ കണ്ട ദർശനങ്ങൾ കേട്ടതേ ഉള്ളൂ. മറ്റുള്ളവരുടെ വെളിപ്പാടുകൾ, അവരുടെ വെളിപ്പാട് കണ്ടിട്ട് പറഞ്ഞ് അതിൽ പ്രകാരം മുന്നോട്ട് പോയിട്ട് അതൊന്നും ശരിയാ. പക്ഷെ ഇന്നത്തെ കണ്ണ് തുറക്കണം, എന്റെ അകക്കണ്ണ് തുറക്കണം. ഇന്നത്തെ പോലെയല്ല. അവരുടെ ദർശനങ്ങൾ കേട്ടുപോലല്ല, അവരുടെ വെളിപ്പാടുകൾ കാണുക. എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് പ്രാപിക്കണം, എനിക്ക് ചിലതൊന്ന് കാണണം. ആ സ്വർഗീയ സൈന്യം എനിക്ക് വേണ്ടി ഇറങ്ങുന്നത് ശത്രുവിന്റെ മധ്യത്തിൽ, എനിക്കും ശത്രുവിന്റെ മധ്യേ ആ സ്വർഗീയ സൈന്യം
ശത്രുവിനെ കാണത്തില്ല, ശത്രുവിനെ കാണത്തില്ല, ശത്രുവിനെ നശിപ്പിച്ചു കളയുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ശത്രു പറയുന്നുണ്ടാവും, നിന്നെ ഞാൻ കണ്ടു, നിന്നെ ഇപ്പൊ എത്തിപ്പിടിക്കാം, എന്റെ കയ്യിലൊന്ന് ദൂരം നീയത്. പക്ഷേ ശത്രുവിനോട് പറയാം, നിനക്ക് എന്നെ കാണില്ല, ഓഹരിയില്ല, സ്വർഗീയ സൈന്യം നമ്മൾ പലപ്പോഴും അവിശ്വസ്തത കാണിക്കുന്നത്, പലപ്പോഴും നമ്മൾ നന്ദികേട് കാണിക്കുന്നത്, പക്ഷേ ദൈവം നിന്നോട് അന്ത്യം വരെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ത്യം വരെ വിശ്വസ്തനായി നമ്മുടെ നമ്മുടെ പാത എങ്ങോട്ട്, നമ്മുടെ യാത്ര എങ്ങോട്ട്, ലക്ഷ്യം തെറ്റിയാണോ അതോ കർത്താവിൽ പ്രാപിച്ച ദർശനപ്രകാരമാണോ തിരിച്ചറിയാണോ നമ്മുടെ അകക്കണമെന്ന് ദിവസങ്ങൾ നമ്മൾ ശോധന ചെയ്യണം. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളം കണ്ട് നമ്മൾ ആ ഇറങ്ങിയ കാഴ്ചപ്പാട് ആ ലക്ഷ്യത്തിൽ തന്നെയാണോ ഈ ദിവസം ഒന്ന് ശോധന ചെയ്യേണ്ട ആവശ്യമാവും. ഈ ദിവസം ഒന്ന് ശോധന ചെയ്തറിയണം. മൂന്നാമത്തെ കാര്യം, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി ചില വഴികളുണ്ട്, ചില നന്മകളുണ്ട്. അത് കാണുവാൻ കർത്താവേ അകക്കണം, തുറക്കണമേ. ഒത്തിരി കാര്യങ്ങളുടെ പിന്നാലെ പറയുവാൻ ഭവ്യവാചത്തിൽ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഈ ദിവസങ്ങൾ നമ്മുടെ അകക്കണം തുറക്കാൻ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളത്തെ പ്രാർത്ഥിച്ച അഭിഷേകം പോരെന്ന് പറയണം. ഈ അഭിഷേകം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഈ ദർശനം കൊണ്ട് പറ്റത്തില്ല. ഇരട്ടി അഭിഷേകം വേണമെങ്കിൽ ഇരട്ടി ദർശനം വേണം. സ്വർഗീയ ദർശനങ്ങളെ കാണട്ടെ, അതിപ്രകാരം പോകട്ടെ. നമുക്കൊന്ന് കാണണം, എനിക്കത് കാണണം. ദർശനം ഒന്ന് കാണും, ആ സ്വർഗീയ വെളിപ്പാട് സമയ ദിവസങ്ങളായിപ്പോ ഇവിടെ നല്ല തൊഴിലുകൾ സ്തോത്രം ചെയ്തു. സമയം വേർതിരിച്ച് എല്ലാ ദേവദാസന്മാരോടും നന്ദി പറയുന്നു. ധാരാളമായി അനുഗ്രഹിക്കട്ടെ.